നവരത്നങ്ങൾ ധരിക്കുന്നത് ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണെന്നാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കാതെ ഇവ ധരിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. നവരത്നമോതിരമോ മറ്റ് ആഭരണങ്ങളോ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. 1. ജ്യോതിഷ ഉപദേശം തേടുക. ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രം, ഗ്രഹനില, ദശ എന്നിവ പരിശോധിച്ച ശേഷം മാത്രമേ രത്നങ്ങൾ ധരിക്കാവൂ. എല്ലാവർക്കും ഒരേപോലെ 9 രത്നങ്ങളും ചേരണമെന്നില്ല. ചിലപ്പോൾ നവരത്നങ്ങൾക്കു പകരം പ്രത്യേക ഗ്രഹദോഷ പരിഹാരത്തിനായി ഏതെങ്കിലും ഒരു പ്രത്യേക രത്നം മാത്രമാകും നിർദ്ദേശിക്കപ്പെടുക. 2. രത്നത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി. സ്വാഭാവിക രത്നങ്ങൾ, കൃത്രിമമായി നിർമ്മിച്ച രത്നങ്ങൾ, സിന്തറ്റിക് സ്റ്റോൺസ് ധരിക്കുന്നതുകൊണ്ട് ഫലം ലഭിക്കില്ല. അത്യാവശ്യം തെളിച്ചവും തിളക്കവുമുള്ള സ്വാഭാവിക രത്നങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ന്യൂനതകൾ: വിള്ളലുകളോ കറുത്ത പാടുകളോ നിറവ്യത്യാസമോ ഉള്ള രത്നങ്ങൾ ഒഴിവാക്കണം. ഇത്തരം തകരാറുകൾ ദോഷഫലങ്ങൾ നൽകാൻ കാരണമാകും. 3. ലോഹവും വിരലും. ലോഹം: സാധാരണയായി നവരത്നങ്ങൾ സ്വർണത്തിലോ പഞ്ചലോഹത്തിലോ ആണ് കെട്ടാറുള്ളത്. വിരൽ: നവരത്നമോതിരം സാധാരണയായി വലതുകൈയിലെ മോതിരവിരലിലാണ് ധരിക്കാറുള്ളത്. ക്രമീകരണം: നവരത്നങ്ങൾ മോതിരത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ മധ്യഭാഗത്ത് സൂര്യനെ പ്രതിനിധീകരിക്കുന്ന മാണിക്യം, റൂബി വരണമെന്നത് നിർബന്ധമാണ്. 4. ശുദ്ധീകരണവും പൂജയും. രത്നങ്ങൾ ധരിക്കുന്നതിനു മുൻപായി അവ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പച്ചപ്പാലിലോ ഗംഗാജലത്തിലോ മുക്കിവെച്ച് ശുദ്ധീകരിച്ച ശേഷം ഉചിതമായ മന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ചാണ് ധരിക്കേണ്ടത്. സാധാരണയായി ഞായറാഴ്ച പ്രഭാതത്തിൽ സൂര്യോദയ സമയത്താണ് നവരത്നങ്ങൾ ആദ്യമായി ധരിക്കാൻ ഏറ്റവും അനുയോജ്യം. 5. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. വൃത്തി: രത്നത്തിന്റെ അടിഭാഗം ചർമ്മത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിരിക്കണം മോതിരം നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ രത്നത്തിന്റെ ഊർജ്ജം ശരീരത്തിലേക്ക് പ്രവഹിക്കൂ. മറ്റ് രത്നങ്ങൾ. നവരത്ന മോതിരം ധരിക്കുമ്പോൾ കൈകളിൽ മറ്റ് അപൂർവ രത്നങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗ്രഹങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കും. മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ: ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങേയറ്റം അശുദ്ധിയുള്ള സാഹചര്യങ്ങളിലോ മോതിരം മാറ്റിവെക്കുന്നത് ഉചിതമാണെന്ന് ചില ആചാര്യന്മാർ പറയാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക: നവരത്നമോതിരം ധരിച്ച ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ തടസ്സങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുടൻ മാറ്റിവെക്കുകയും ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുകയും ചെയ്യുക. നിങ്ങളുടെ ജന്മനക്ഷത്രമോ രാശിയോ അടിസ്ഥാനമാക്കി ഏതെങ്കിലും പ്രത്യേക രത്നത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പുരുഷന്മാരും സ്ത്രീകളും രത്നങ്ങൾ ധരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളിൽ ജ്യോതിഷപരമായി ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും ഏത് കൈയിൽ ധരിക്കണം എന്നതിലാണ് ഈ മാറ്റം വരുന്നത്. അവ താഴെ പറയുന്നവയാണ്. 1. ഏത് കൈയിൽ ധരിക്കണം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. പുരുഷന്മാർ സാധാരണയായി രത്നങ്ങൾ വലതു കൈയിൽ ധരിക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത്. വലതുകൈ എന്നത് കർമ്മത്തെയും ഊർജ്ജത്തെയും സോളാർ എനർജി പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾ പരമ്പരാഗതമായി സ്ത്രീകൾ ഇടതുകൈയിൽ രത്നങ്ങൾ ധരിക്കണമെന്നാണ് വിശ്വാസം. ഇടതുകൈ സ്വീകരണത്തെയും ശാന്തതയെയും ലൂനാർ എനർജി സൂചിപ്പിക്കുന്നു. മാറ്റങ്ങൾ: എങ്കിലും ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകുന്നവരോ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരോ ആയ സ്ത്രീകൾ, വർക്കിംഗ് വിമൻ, പുരുഷന്മാരെപ്പോലെ തന്നെ വലതുകൈയിൽ രത്നം ധരിക്കുന്നതാണ് ഉചിതമെന്ന് പല ആധുനിക ജ്യോതിഷികളും അഭിപ്രായപ്പെടുന്നു. 2. രത്നത്തിന്റെ തൂക്കം, വെയ്റ്റ്. രത്നത്തിന്റെ തൂക്കം നിശ്ചയിക്കുന്നത് വ്യക്തിയുടെ ശരീരഭാരം, ബോഡി വെയ്റ്റ് അനുസരിച്ചാണ്. സാധാരണയായി 10 മുതൽ 12 വരെ കിലോ ശരീരഭാരത്തിന് 1 കാരറ്റ് അല്ലെങ്കിൽ രതി എന്ന കണക്കിലാണ് രത്നം നിർദ്ദേശിക്കുക. പുരുഷന്മാർക്ക് പൊതുവെ ശരീരഭാരം കൂടുതലായതിനാൽ അവർക്ക് നിർദ്ദേശിക്കുന്ന രത്നത്തിന്റെ വലിപ്പം സ്ത്രീകളുടേതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും. 3. ധരിക്കുന്ന വിരലുകൾ. സ്ത്രീയായാലും പുരുഷനായാലും ഓരോ ഗ്രഹത്തിനും നിശ്ചയിച്ചിട്ടുള്ള വിരലുകൾക്ക് മാറ്റമില്ല. മോതിരവിരൽ, റിംഗ് ഫിംഗർ. സൂര്യൻ, മാണിക്യം, ചൊവ്വ, പവിഴം, വ്യാഴം, പുഷ്യരാഗം ചില രീതികളിൽ. നടുവിരൽ, മിഡിൽ ഫിംഗർ. ശനി, നീലം, രാഹു, ഗോമേതകം. ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ. വ്യാഴം, പുഷ്യരാഗം. ചെറുവിരൽ, ലിറ്റിൽ ഫിംഗർ. ബുധൻ, മരതകം, ചന്ദ്രൻ, മുത്ത്. 4. പ്രത്യേക രത്നങ്ങൾ. സ്ത്രീകൾക്ക് ദാമ്പത്യസുഖത്തിനും ഐശ്വര്യത്തിനുമായി സ്ത്രീകൾക്ക് വൈരമോ ഡയമണ്ട് അല്ലെങ്കിൽ വെള്ള പുഷ്യരാഗമോ കൂടുതൽ നിർദ്ദേശിക്കാറുണ്ട്. ഇത് ശുക്രന്റെ പ്രീതിക്കായിട്ടാണ്. പുരുഷന്മാർക്ക് അധികാരം, തൊഴിൽ വിജയം എന്നിവയ്ക്കായി മാണിക്യമോ റൂബി പുഷ്യരാഗമോ യെല്ലോ സാഫയർ കൂടുതൽ ഗുണകരമായി കണക്കാക്കുന്നു. ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങൾ. രത്നം സ്ത്രീയായാലും പുരുഷനായാലും ധരിക്കുമ്പോൾ അത് ചർമ്മത്തിൽ സ്പർശിച്ചിരിക്കണം എന്നത് നിർബന്ധമാണ്. ലോക്കറ്റായി ധരിക്കുമ്പോഴും പുറകുവശം തുറന്ന രീതിയിൽ വേണം നിർമ്മിക്കാൻ. കൃത്യമായ ദശാകാലവും ഗ്രഹനിലയും നോക്കാതെ രത്നങ്ങൾ ധരിക്കുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്തേക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രമനുസരിച്ച് ഏത് രത്നമാണ് കൂടുതൽ അനുയോജ്യമെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടോ? നിങ്ങളുടെ നക്ഷത്രഫലങ്ങളെക്കുറിച്ചും ജ്യോതിഷപരമായ കൂടുതൽ അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.